ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അർജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമീൻ്റെ പേരിൽ വലിയൊരു സ്കാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. താഷ്കന്ത് മെഡിക്കൽ അക്കാഡമീൻ്റെ ഡീൻ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലാണ്. അതാണ് ഡീൻ ഓഫീസ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഡീനെ കണ്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഡീന് പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിലേക്ക് ഈ വർഷം അഡ്മിഷൻ എടുത്ത അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ അഡ്മിഷൻ നോക്കുന്ന കുട്ടികളോടാണ് ഈ പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ TMAയിലേക്കുള്ള അഡ്മിഷൻ വേണ്ടി പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്ററോ ഇൻ്റർവ്യൂ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അവർ പറയുന്നുണ്ടാവും ഇന്ന് കിട്ടും, നാളെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും, ഇൻ്റർവ്യൂ ഇല്ലാതെ, ഇങ്ങനെയൊക്കെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ TMAയിലേക്ക് ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ അഡ്മിഷന് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പക്ഷേ ഇൻ്റർവ്യൂയോ അഡ്മിഷൻ ലെറ്ററോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അവർ നിങ്ങളോട് യൂണിവേഴ്സിറ്റിൻ്റെ ഫീസും അതുപോലെ ബാക്കിയുള്ള ഫീസുകളൊക്കെ ഒരു അക്കൗണ്ടിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പേ ചെയ്യും, ഞങ്ങൾ ഡയറക്റ്റ് ഏജൻ്റ് ആണ് എന്നുള്ളൊക്കെ രീതിയിൽ. ഈ രണ്ട് ഇഷ്യൂസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിൽ എന്തായാലും അഡ്മിഷൻ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഡീനോട് സംസാരിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിൽ ജൂലൈ 24 തന്നെ എല്ലാ ഇൻ്റർവ്യൂസും എല്ലാ അഡ്മിഷൻസും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂകൾക്ക് ശേഷം അവരോടുന്ന് ഒരു അഡ്മിഷൻ ലെറ്ററും റിലീസ് ചെയ്തിട്ടില്ല, ഇനി റിലീസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഡീൻ എന്നോട് പറഞ്ഞത്. ഇത് അവർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ അഡ്മിഷന് പോയിട്ട് ഇതുവരെ നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിൽ സെപ്റ്റംബർ ഇൻടേക്കിന് ഒരിക്കലും ഒരു അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോലും ഇനി അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഏജൻസികൾ കുട്ടികളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വന്ന സമയത്ത് ഇന്ന് ഡീനിനെ ഇൻഫോം ചെയ്തപ്പോൾ ഡീന് എല്ലാ ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ട് ഇവിടുത്തെ അഡ്മിഷൻ കംപ്ലീറ്റ് ക്ലോസ് ആയി, ഇനി ഒരു അഡ്മിഷനും ആർക്കും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ പോയിട്ട് ഇനിയും അഡ്മിഷൻ കിട്ടുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് വേറെ ഏതെങ്കിലും ഏജൻസിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ പേ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ക്രിട്ടിക്കലാണ് ഇഷ്യൂ. നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അഡ്മിഷൻ ലെറ്റർ കിട്ടാതെ നിങ്ങൾ ഒരു ഏജൻസിൻ്റെ അക്കൗണ്ടിലേക്കും യൂണിവേഴ്സിറ്റിൻ്റെ ഫീസ് ഒന്നും അയച്ചു കൊടുക്കരുത്. കാര്യം അവർ പറയും ചിലപ്പോൾ ഞങ്ങളിവിടെ ഡയറക്റ്റ് കോൺട്രാക്ടറാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഒക്കെ വെറുതെയാണ്. കാര്യം നിങ്ങൾ ഒരു അഡ്മിഷൻ ലെറ്റർ കിട്ടാതെ ഒരു ഏജൻസിയുടെ അക്കൗണ്ടിലേക്കും ഫീസ് അയച്ചു കൊടുക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സ്കാമിൽ പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയതിനു ശേഷം നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണോ ചെയ്തു തരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തരാം.